ഉമ്മൻചാണ്ടി ആണോ വി എസ് അച്യുതാനന്ദനാണോ ഏറ്റവും നല്ല മുൻ മുഖ്യമന്ത്രി? അതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ഇവരിൽ രണ്ടുപേരിലും ആരായിരുന്നു നല്ലൊരു ഭരണം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ആൾക്കാരോട് ചോദിച്ചു നോക്കാം അവരെ പറ്റി അഭിപ്രായം എന്താന്നുള്ളതും. ഇപ്പൊ അവർ രണ്ടുപേരും മരണപ്പെട്ടു പോയി. അപ്പൊ ആ മരണത്തിലെ ഏറ്റവും കൂടുതൽ ദുഃഖം നിങ്ങൾക്ക് പേഴ്സണലി തോന്നിയത് ആരാണെന്നുള്ളതും നമുക്ക് ചോദിച്ചു നോക്കാം. അപ്പൊ നിങ്ങളും പറയാം. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഉമ്മൻചാണ്ടിയാണോ അച്യുതാനന്ദനാണോ നല്ലൊരു മുഖ്യമന്ത്രി ആയിരുന്നത്? അച്യുതാനന്ദൻ. എന്തുകൊണ്ടാണ്? അച്യുതാനന്ദൻ നല്ലൊരു മുഖ്യമന്ത്രി ആയിരുന്നു, നല്ല ഭരണമായിരുന്നു ആ നാളില്. ഇവരിപ്പോ നമുക്ക് രണ്ടുപേരും നമുക്ക് നഷ്ടപ്പെട്ടു. ഇതിൽ ഏറ്റവും കൂടുതൽ ചേട്ടന് വിഷമം തോന്നുന്നത് ആര് മരിച്ചപ്പോഴാണ്? അങ്ങനെ വിഷമം തോന്നാനായിട്ട് ഇപ്പൊ മരിച്ച ആൾക്കാർ മരിച്ചുപോയി, വിഷമം തോന്നിയിട്ട് കാര്യമില്ല. പിന്നെ അതായത് ഒരു മുഖ്യമന്ത്രി എന്നതിനടുക്ക് ഒരു അനുശോചനം ഉണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ. ചേട്ടനും അച്യുതാനന്ദൻ എന്നല്ല പറയാം. അപ്പൊ അച്യുതാനന്ദനെ പോലെ ഒരു നല്ലൊരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഇനി ഉണ്ടാവും എന്ന് തോന്നുന്നുണ്ടോ? പ്രതീക്ഷിക്കാൻ പാടില്ല. കാരണം ഇനി അങ്ങനെ ഒരു മുഖ്യമന്ത്രി വരാനായിട്ട് സാധ്യതയില്ല. കാരണം ആരും ഇല്ല ഇനി. നമ്മുടെ മുൻ മുഖ്യമന്ത്രിമാരില് ഉമ്മൻചാണ്ടിയാണോ അതോ അച്യുതാനന്ദനാണോ നല്ല ഒരു ബെറ്റർ മുഖ്യമന്ത്രി? ഉമ്മൻചാണ്ടി തന്നെ. എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടി എന്ന് പറയാൻ കാരണം? നല്ലൊരു ജനങ്ങളായിട്ട് കൂടുതലും ഇതായിരുന്ന ആളാണ്. പിന്നെ എന്തുകൊണ്ട് അച്യുതാനന്ദൻ അല്ലാന്ന് പറയാൻ കാരണം? അച്യുതാനന്ദൻ ഒരു കമ്മ്യൂണിസ്റ്റ് പുള്ളി ആ ഒരു രീതിയിലാ പോണ. ഇത് നല്ല മുഖ്യമന്ത്രിയാണ്. ഇവർ രണ്ടുപേരും മരണപ്പെട്ടു. അപ്പൊ ഇതിൽ ഏറ്റവും തീരെ നഷ്ടമായിട്ട് തോന്നിയേക്കുന്നത് ഉമ്മൻചാണ്ടിനെയാണോ? രണ്ടും നഷ്ടമാണ്. രണ്ടും നല്ല മുഖ്യമന്ത്രിമാരാണ്, ജനസേവകന്മാരായിരുന്നു. ഉമ്മൻചാണ്ടിയാണോ അത് വി എസ് അച്യുതാനന്ദനാണോ ഏറ്റവും നല്ലൊരു മുഖ്യമന്ത്രി ആയിരുന്നത്? എല്ലാവരും പോപ്പുലർ ആയിട്ടുള്ളവരായിരുന്നു. ഒരാൾക്ക് മെച്ചമാണെന്ന് പറയാനായിട്ട് പറ്റില്ല. ഈച്ച് വൺ ഈസ് ദാറ്റ് പേഴ്സണാലിറ്റി ഈസ് ഡിഫറെന്റ്. എന്നാലും ചേച്ചിയുടെ ഒരു മനോഭാവത്തിൽ അല്ല, എനിക്കിപ്പോ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അവരുടേതായിട്ടുള്ള കഴിവുകളും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇവർ രണ്ടുപേരും മരണപ്പെട്ടു പോയി നമുക്ക്. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ നിരാശ വന്നിട്ടുള്ള ആര് മരണപ്പെട്ടപ്പോഴാണ് ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയത്? ഇപ്പൊ വി എസ് അച്യുതാനന്ദൻ എന്ന് പറഞ്ഞാൽ പ്രായമായിട്ട് മരിച്ചതാണ്. ഉമ്മൻചാണ്ടിക്ക് കുറച്ചുകൂടി ടൈം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ പോയി. ഇവരുടെ മരണ വാർത്ത കേട്ടപ്പോ ഒരു വിഷമം തോന്നിയായിരുന്നോ ഉള്ളില്? അല്ല, ഇപ്പൊ മരിച്ച വി എസ് അച്യുതാനന്ദൻ സാർ എന്ന് പറഞ്ഞാല് പ്രായമായി ഒരു എൻഡിങ്ങിലായി. അപ്പം മരിച്ചപ്പോ അത്ര വല്ല വിഷമം തോന്നിയില്ല. കാര്യം അദ്ദേഹം സ്ട്രഗിൾ ചെയ്ത് ഇങ്ങനെ ഐസിയുലൊക്കെ ഇല്ലായിരുന്നു. മറ്റേ ഉമ്മൻചാണ്ടി എന്ന് പറയുമ്പോ കുറച്ചുകൂടി ടൈം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു ചെറിയ വിഷമമൊന്നുമില്ല. നമ്മളെന്തിനാ ഇപ്പൊ വിഷമിക്കുന്നത്? താങ്ക് യു. ഉമ്മൻചാണ്ടിയാണോ അച്യുതാനന്ദനാണോ നല്ലൊരു മുൻ മുഖ്യമന്ത്രി? എൻ്റെ പൊന്നെ, ഞാൻ പറയട്ടെ. മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയിലും തന്നെ ഇല്ല. ഞാൻ ഒരിക്കലും രണ്ടുപേരും ഇതാക്കി കണ്ടിട്ടുള്ള ഒന്നും എനിക്ക് അതിനെക്കുറിച്ച് വലിയ പ്രത്യേകിച്ച് അഭിപ്രായമില്ല. എന്നിരുന്നാലും അവരെ കാണാൻ വരുന്ന ജനങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരെല്ലാം നല്ലവരാണെന്ന് ഞാൻ വിശ്വസിക്കും. ഇവർ രണ്ടുപേരിൽ ഇപ്പൊ മരിച്ചു എന്ന് കേട്ടപ്പോ ഏറ്റവും കൂടുതൽ ഷോക്കായത് ആരുടെ മരണ വാർത്ത കേട്ടപ്പോഴാണ്? അത് മരണം അങ്ങനെയൊന്നുമില്ല. കാരണം മരണം ഇപ്പോൾ ആരും മരിച്ചാലും നമുക്ക് വളരെയധികം ഷോക്കാണ്. കാരണം എൻ്റെ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് ആരും മരിക്കരുത് എന്നുള്ള. പക്ഷേ നമ്മുടെ ഒരു ഇന്ത്യയുടെ ഇത് വെച്ചിട്ട് പോപ്പുലേഷൻ്റെ റൈസ് വെച്ചിട്ട് ഈ സെക്കൻഡ് സ്റ്റേജിൽ ശരിക്കും പറഞ്ഞാൽ കുറേ ആൾക്കാർ മരണപ്പെട്ടേ സാധിക്കുള്ളൂ. കാരണം അത്രയും വലിയ പോപ്പുലേഷനാണ് ഇവിടെ. എന്നാലും നമുക്ക് ഒരുപാട് പോപ്പുലേഷനായിട്ട് കാര്യമില്ലാതെ എഫക്റ്റീവായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാം. പക്ഷേ നമ്മുടെ ഇവിടെ അങ്ങനെയല്ല. ഓവർ പോപ്പുലേഷനാണ്, പ്രത്യേകിച്ച് എഫക്റ്റീവ്നെസ് ഒന്നും ആൾക്കാർക്ക് മരിച്ചു പോകണമെന്നല്ല. അതുകൊണ്ട് ഇവിടെ കുറയുന്നു. അപ്പോൾ നമ്മൾ കൂടുതൽ വലിയ അർത്ഥമില്ലെന്ന് ഞാൻ പറയും. അച്യുതാനന്ദനാണോ അതോ ഉമ്മൻചാണ്ടിയാണോ മുൻ മുഖ്യമന്ത്രിമാര് നല്ല ബെറ്റർ ആയിട്ടുള്ള മുഖ്യമന്ത്രി ആയിരുന്നത്? ശരിക്കും പറഞ്ഞാല് പാർട്ടിയുടെ ഇതനുസരിച്ച് നോക്കുകയാണെങ്കിൽ നല്ല മുഖ്യമന്ത്രി അച്യുതാനന്ദനാണ്. പക്ഷെ പ്രവർത്തനത്തില് ഉമ്മൻചാണ്ടിയാണ്. എന്തുകൊണ്ടാണ്? എന്നുവെച്ചാൽ അയാൾ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു മുൻതൂക്കം കൊടുക്കുന്ന വ്യക്തിയാണ്. ഇവർ രണ്ടുപേരും നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അപ്പൊ ഈ ഒരു മരണ വാർത്ത കേട്ടപ്പോ ഏത് മരണം കേട്ടപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഷോക്കായത്? ഷോക്കായെന്ന് പറഞ്ഞാല് ഉമ്മൻചാണ്ടി മരിച്ചതിൽ നിന്നാണ് ഒരു ഷോക്ക് ഉണ്ടായത്. വിഷമം വന്നിരുന്നു. വിഷമം വന്നിരുന്നതെന്ന് അദ്ദേഹത്തെ മരണത്തെ കൊണ്ട് എത്തിച്ചേക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അത് ഒരു വല്ലാത്തൊരു സിറ്റുവേഷനായിരുന്നു. അദ്ദേഹം നിരപരാധിയാണെന്ന് പിന്നെ മരിച്ച പിന്നെയാണ് ജനങ്ങള്
അറിയുന്നത്. പിന്നെ അതുമല്ല, അച്ചുമാമ ഉള്ള കാര്യമാണ് ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരാൻ തന്നെ, ഇത്ര ശക്തമായിട്ട് വരാൻ തന്നെ കാരണം. അഴിമതി കേസില്, പാം ഓയിലിന്റെ കേസില് ഇടാതെ പിടിച്ചുകൊണ്ടിട്ടാണ് ഇവിടെ ഇടതുപക്ഷത്തിന് ശക്തമായിട്ട് കിട്ടാനും പ്രവർത്തിക്കാനും സാധിച്ചത്. അപ്പൊ ജനങ്ങളുടെ മുമ്പിൽ ഒരു ഇമേജ് സ്റ്റാൻഡിങ് അച്ചുമാമക്കാണ്. ഉമ്മൻചാണ്ടി ആണോ അതോ നമ്മുടെ അച്യുതാനന്ദനാണോ ഏറ്റവും നല്ല മുഖ്യമന്ത്രി, മുൻ മുഖ്യമന്ത്രി? മുൻ മുഖ്യമന്ത്രി ഇപ്പൊ രണ്ടുപേരും നല്ല മുഖ്യമന്ത്രിയാണ്. പക്ഷെ ഉമ്മൻചാണ്ടി ആയിരുന്നു കൂടുതൽ ജനങ്ങളുടെ ആൾക്കാരൊക്കെ എല്ലാം അവരവരെ കഷ്ടപ്പാടും ദുരിതങ്ങളും അറിയാവുന്ന ഒരു മന്ത്രിയായിരുന്നു. ഇവർ നമ്മൾ വിട്ടുപോയി. ഇപ്പൊ രണ്ടുപേരും നമ്മളെ മരണപ്പെട്ടു. ഇപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ ചേട്ടന് ഏറ്റവും കൂടുതൽ വിഷമമായത് ആര് മരിച്ചപ്പോഴാണ്? ഉമ്മൻചാണ്ടി സാർ നല്ല രീതിയിൽ വിഷമം വന്നിരുന്നു. നല്ല രീതിയിൽ വിഷമം വന്നിരുന്നു. കമ്മ്യൂണിസ്റ്റിന്റെ ഇത് നോക്കുകയാണെങ്കിൽ ഇപ്പം തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട ആളും ഇത് നമ്മുടെ അച്യുതാനന്ദനും കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ കൂടുതൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ഓരോ പ്രശ്നങ്ങളും നേരിട്ട് ചെന്ന് പരിഹരിച്ച്, അതേപോലെ തന്നെ അവരുടെ ഇതെല്ലാം അവർക്ക് വേണ്ടി എല്ലാം ചെയ്തത് നമുക്ക് വേണ്ടി സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, നമുക്ക് നമ്മുടെ കേരളത്തിന് വേണ്ടിയിട്ടും എല്ലാം ഓരോ ഇതാവട്ടെ, ഓരോ പുതിയ തലമുറയ്ക്കാവട്ടെ എല്ലാം ചെയ്തു വെച്ചത് തുടർന്നു വെച്ചതും എല്ലാം ഉമ്മൻചാണ്ടി സാറാണ്. നമ്മുടെ അച്യുതാനന്ദനാണോ അതോ ഉമ്മൻചാണ്ടി ആണോ നല്ലൊരു മുഖ്യമന്ത്രി ആയിരുന്നത്? അവര് രണ്ടും ഡിഫറെന്റ് ഔട്ട്പുട്ടുള്ള ആളുകളാണ്. രണ്ടിനെയും ഒരു കോമൺ സൈഡിൽ അസസ് ചെയ്യാൻ പറ്റില്ല. ഉമ്മൻചാണ്ടിയുടെ പെർഫോമൻസ് കൊണ്ടുവന്നു. പക്ഷെ VS ഉയർത്തിയ വിഷയങ്ങൾ ഉമ്മൻചാണ്ടി ഉയർത്തിയ ഒരാളുമല്ല. ഇവർ രണ്ടുപേരിലും ഇപ്പൊ നമുക്ക് രണ്ടുപേരെ നഷ്ടപ്പെട്ടു നമുക്ക്. അപ്പൊ ഇവരെ മരിച്ചപ്പോ ഏറ്റവും കൂടുതൽ വിഷമം തോന്നുന്നത് ആര് മരിച്ചപ്പോഴാണ്? അങ്ങനെ പറയാൻ പറ്റില്ല. രണ്ടുപേരും കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ഒരു ലോസാണ്. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. നമ്മുടെ ഉമ്മൻചാണ്ടി ആണോ അതോ അച്യുതാനന്ദനാണോ ഏറ്റവും നല്ല മുഖ്യമന്ത്രി ആയിരുന്നത്? ഭരണകാര്യത്തിലെല്ലാം ഉമ്മൻചാണ്ടി തന്നെയാണ്. അച്യുതാനന്ദനോടൊക്കെ ബഹുമാനമുണ്ട്. പക്ഷെ ഉമ്മൻചാണ്ടിയാണ് രാജ്യത്തിന് ഒത്തിരി ഗുണങ്ങൾ ചെയ്തിട്ടുള്ള, ജനങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള, ചെയ്യാൻ മനസ്സുള്ളതും ഉമ്മൻചാണ്ടി തന്നെയാണ്. ഇപ്പൊ ഇവർ രണ്ടുപേരും നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അപ്പൊ ചേട്ടന് ഏറ്റവും കൂടുതൽ വിഷമം വന്ന ആര് മരിച്ചപ്പോഴായിരുന്നു? അത് ഉമ്മൻചാണ്ടി മരിച്ചപ്പോഴും അങ്ങനെ പറയാനൊക്കത്തില്ല. അച്യുതാനന്ദനും ഒരു 100 വർഷത്തെ ജീവിത പാരമ്പര്യവും അനുഭവവും അതുപോലുള്ള ത്യാഗങ്ങളും ഒക്കെ അനുഭവിച്ച ആള് തന്നെയാ. അതൊക്കെയായിരുന്നു. പക്ഷെങ്കില് നാടിന് ഗുണം കൂടുതൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ഉമ്മൻചാണ്ടിക്ക്. ഇനിയിപ്പോ ഉമ്മൻചാണ്ടിനെ പോലെ ഒരു കോൺഗ്രസ്സുകാരൻ ഇനി ഉണ്ടാവും തോന്നുന്നുണ്ടോ ഇനിയിപ്പോ നമുക്ക് ഫ്യൂച്ചറിൽ ഉണ്ടാകാം. പക്ഷേ ഇപ്പോഴും നിലവിലാരും ഇല്ല എന്ന് പറയാം. ഇനിയിപ്പോ വരാൻ ചാൻസ് ഉണ്ടാവും. ഉണ്ടാകാം. ഉമ്മൻചാണ്ടിയുടെ മകനൊക്കെ എത്രയും വരുമെന്ന് അറിയില്ല. ഇപ്പൊ അത്ര എക്സ്പീരിയൻസ് ഒക്കെ ആയി വരുന്നല്ല ഉള്ളൂ. അങ്ങനെ പെരുമാറുമെന്ന് നമുക്കറിയില്ല. വരാം. ഒന്നും നമ്മൾ വരില്ല എന്ന് തീർത്ത് പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് കാത്തിരിക്കാം നല്ലൊരു ശുഭാപ്തി വിശ്വാസത്തോടെ. ഇപ്പം ശശി തരൂരൊക്കെ പല കാര്യങ്ങളും ചെയ്യാൻ കഴിവുള്ള ആളും വലിയ ഇന്റർനാഷണൽ അംഗീകാരമുള്ള ആളാണ്.